പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു നിമിഷം നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മരിച്ചുപോയ എല്ലാവരെയും നമുക്ക് ഓർക്കാം. നമ്മുടെ അപ്പന്റെയും അമ്മയുടെയും കൈവഴികളിൽ നിന്ന് മരിച്ചുപോയവര്, നമ്മുടെ കുടുംബവൃക്ഷത്തില് മരിച്ചുപോയ എല്ലാവരെയും നമുക്ക് ഓർക്കാം. കർത്താവിന്റെ വലിയ കരുണയ്ക്കായി നമുക്ക് സമർപ്പിക്കാം. അവരിലൂടെ നമുക്ക് ലഭിച്ച ഒത്തിരി അനുഗ്രഹങ്ങളുണ്ട്. അവരോട് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. അവർ ചെയ്തുപോയ പാപങ്ങളിലൂടെ കടന്നു വന്ന ചില പാപശക്തികള്, രോഗശക്തികള്, ശാപശക്തികളൊക്കെ നമ്മുടെ ജീവിതത്തില്, കുടുംബത്തില്, പാരമ്പര്യത്തിലും ഉണ്ടായിരിക്കും. അതെല്ലാം വിട്ടുമാറി പോകാൻ വേണ്ടി കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ തലമുറയെ വിശുദ്ധീകരിച്ച് നമ്മുടെ മക്കളെ വീണ്ടെടുത്ത് ദൈവകൃപയിലാക്കുവാൻ വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ മനോഗുണത്താൽ മോക്ഷത്തിൽ ചേരുവാൻ ഇടയാകട്ടെ. നിത്യപിതാവേ, ഈശോ മിശിഹാ കർത്താവിന്റെ വിരതിരാത തിരിച്ചോരയെ കുറിച്ച് മരിച്ച വിശ്വാസികളുടെ മേൽ കരുണ ഉണ്ടായിരിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയെ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്കും ഞങ്ങളും മരിച്ചുപോയ ഞങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാവരും യോഗ്യരായി തീരുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി, ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ഇന്നലെ മരണത്തെ കുറിച്ചൊക്കെ നമ്മൾ കണ്ടു. മരണം ഒരു ഉറക്കമാണ്, വിശ്രമമാണ്. ഇനി അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട വലിയൊരു കാര്യമാണ്, നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഒരു നല്ല മരണമെന്ന് അറിഞ്ഞ് മനസ്സിലാക്കി അതിനുവേണ്ടി നമ്മൾ ജീവിക്കും. ഈ ലോകത്തിൽ എന്തെല്ലാം കിട്ടിയാലും പ്രിയപ്പെട്ടവരെ, അതൊന്നും നമ്മൾ കൊണ്ടുപോകാൻ പോകുന്നില്ല. നമ്മൾ കൊണ്ടുപോകാൻ പോകുന്നത് നമ്മുടെ നന്മകള്, നമ്മുടെ വിശുദ്ധി, നമ്മുടെ ചൈതന്യം, ദൈവബന്ധത്തിൽ നമ്മൾ ജീവിച്ച ജീവിതത്തിന്റെ ആ ഒരു കൃപ. അതുകൊണ്ട് നമുക്ക് ലഭിക്കേണ്ടത് ലോകത്തിൽ വെച്ച് ഒരു മനുഷ്യന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്, പ്രിയപ്പെട്ട മക്കളെ, ഒരു നല്ല മരണം. നമ്മൾ അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. മരണത്തെ കുറിച്ച് ഇങ്ങനെയാണ് കത്തോലിക്കാ സഭയുടെ മതബോധ ഗ്രന്ഥം 1013 പഠിപ്പിക്കണം. മരണം മനുഷ്യന്റെ ഭൗമിക തീർത്ഥാടനത്തിന്റെ അവസാനമാണ്. ദൈവിക പദ്ധതിക്കനുസൃതമായി തന്റെ ഭൗമിക ജീവിതം നയിക്കാനും തന്റെ പരമമായ ഭാഗധേയത്തെ നിശ്ചയിക്കുവാനുമായി ദൈവം നൽകുന്ന കൃപാവരത്തിന്റെയും കാരുണ്യത്തിന്റെയും സമയത്തിന്റെ അവസാനമാണ് മരണം. നമ്മുടെ പരമമായ ഭാഗ്യം, സ്വർഗം, അത് സ്വന്തമാക്കാൻ വേണ്ടി നമുക്ക് ലഭിച്ചിരിക്കുന്ന കൃപാവരത്തിന്റെയും കാരുണ്യത്തിന്റെയും സമയം അവസാനിക്കണം എന്ന് പറഞ്ഞാല്, ഈ ലോകത്ത് ജീവിക്കുമ്പോ നമ്മൾ കൃപാവരം സമ്പാദിക്കണം. ഉദാശകളിലൂടെ, പ്രാർത്ഥനയിലൂടെ, വിശുദ്ധ ജീവിതത്തിലൂടെ, ഉപവാസത്തിലൂടെ, ത്യാഗത്തിലൂടെ, ദൈവത്തോട് ചേർന്ന് നിന്ന് നമ്മൾ കൃപാവരത്തിൽ വളരണം. കൃപയുടെ പൂർണ്ണതയിൽ നിന്ന് കൃപയ്ക്ക് മേൽ കൃപയിൽ ജീവിക്കണം. ഈശോയോട് ചേർന്ന് നിന്ന് അതിനൊരു സമയം. 2, അവിടുത്തെ കാരുണ്യത്തിന് സമയം. കാരുണ്യം പാപങ്ങളെ ക്ഷമിച്ച് ശുദ്ധീകരിക്കുന്ന, അതാണ് വെളിപാടഞ്ചി പറഞ്ഞുണ്ടല്ലോ, കുഞ്ഞാടിന്റെ രക്തത്തിൽ അങ്കി വെണ്മയുള്ളവരാക്കി മാറ്റിയ വിശുദ്ധാത്മാക്കള്. അപ്പൊ ദൈവത്തിന്റെ കരുണ, ആ കരുണ അതിദാരുണമായ പീഡാസഹനങ്ങളുടെ യോഗ്യതയില് നമ്മുടെ മേൽ ദൈവം ചൊരിയുന്ന കരുണ സ്വന്തമാക്കിയെടുക്കാനുള്ള സമയം. ഈ സമയത്തിന്റെ അവസാനം അതെന്തിനു വേണ്ടിയാ? നമ്മുടെ പരമമായ ഭാഗ്യമുണ്ട്, സ്വർഗ ജീവിതത്തിന് വേണ്ടി. ഇതൊക്കെ സ്വന്തമാക്കി, കരുണ സ്വന്തമാക്കി, അന്തസ്സായിട്ട് മരിച്ച് നമ്മൾ ഉയർത്തെഴുന്നിട്ട് സ്വർഗ സൗഭാഗ്യത്തിൽ ചേരണം. അതിനുവേണ്ടി സമയം.
അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം, ജീവിച്ചിരിക്കുന്ന സമയത്ത് മക്കളെ കൃപാവരത്തിൽ വളരുക. നമ്മൾ മനുഷ്യരെ ബലഹീനത കരുണ സ്വന്തമാക്കുക, നമ്മൾ വിശുദ്ധീകരിക്കുക. അങ്ങനെ ഒരുങ്ങി ഒരു നല്ല മരണം കൈവരിക്കുവാൻ നമുക്ക് സാധിക്കും. വീണ്ടും പറയണ ഭൗമിക ജീവിതത്തിന്റെ ഒരേ ഒരു യാത്ര പൂർത്തിയാക്കുകയാണ്. ഒറ്റ യാത്ര. മറ്റുള്ള പറഞ്ഞ പോലെ നമുക്ക് പുനർജന്മമോ ഒന്നുമില്ല, ഒറ്റ യാത്ര. ഈ യാത്രയില് നമ്മൾ അന്തസ്സോടെ ജീവിച്ച് അവസാനം മരിച്ച് നമ്മൾ എങ്ങനെയാണ് ക്രൈസ്തവ വിശ്വാസ പാരമ്പര്യത്തില് നമ്മള് മരിച്ച് ശവസംസ്കാരത്തിന് നമ്മുടെ ശരീരം വെച്ച് പ്രാർത്ഥിച്ച് ഒരുക്കി വീട്ടിന്ന് പറഞ്ഞു വിടില്ലേ? അതിനു മുമ്പ് കപ്പ്യാര് പറയുന്നൊരു കാര്യമുണ്ട് നമുക്ക് വേണ്ടി. നമുക്ക് പകരം പറയുന്നത് എന്താണ്? ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി, എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ വിധിയാളനായ കർത്താവ് നീതിയുടെ കിരീടം എന്നെ അണിയിക്കുമാറാകട്ടെ. ഈ ഒരു വലിയൊരു സംഭവം. നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഓട്ടം പൂർത്തിയാക്കി, വിശ്വാസം സംരക്ഷിച്ചു. ഇങ്ങനെ ജീവിക്കുന്നു. എളുപ്പമൊന്നുമല്ല. ഓടണം, കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഓടണം. നമ്മൾ വിശ്വാസം സംരക്ഷിക്കണം, യുദ്ധം ചെയ്യണം. ഇതിനെക്കുറിച്ച് അച്ഛൻ പറയേണ്ട കാര്യമില്ല. യുദ്ധം, ഓട്ടം, വിശ്വാസം സംരക്ഷിക്കുക എന്ന് പറഞ്ഞാല് എളുപ്പമല്ല. ഇന്ന് ആത്മീയ പോരാട്ടമാണ്. നമ്മെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ലോകം, ജഡം, പിശാച്. ഇതിനെതിരെ ശക്തമായ യുദ്ധം ചെയ്യണം. രണ്ട്, വിശ്വാസങ്ങൾ സംരക്ഷിക്കണമെങ്കിൽ ഈ കാലഘട്ടത്തില് മീഡിയ, കൂട്ടുകാര്, നാട്ടുകാര്, നിയമങ്ങള് പലതും പറയുന്ന ഈ കാലഘട്ടത്തില് നമ്മുടെ വിശ്വാസം, വചന ജീവൻ ജീവിക്കണമെങ്കിൽ ഭയങ്കര കഷ്ടപ്പാടാണ്. പിന്നെ നമുക്ക് ലക്ഷ്യമുണ്ട്, അത് ഓടി പൂർത്തിയാക്കുക. അതിന് നല്ല കഷ്ടപ്പാടുമാണ്. അതിന് ഇങ്ങനെയൊക്കെ ജീവിച്ച് ഒരു നല്ല മരണം നമുക്ക് ലഭിക്കണം. അതിനുവേണ്ടി നമ്മൾ ഒരുക്കമുള്ളവരായിരിക്കും. അതുകൊണ്ടാണ് സഭ പ്രത്യേകിച്ചും ഒരു നല്ല മരണത്തിന് വേണ്ടി എല്ലാവരും ഒരുക്കണമെന്നും തന്നെ ഒരുക്കണമെന്ന് സഭ പ്രത്യേകം കാത്തലിക് ചർച്ച് മതബോധന ഗ്രന്ഥത്തില് 1014 പ്രത്യേകം പഠിപ്പിക്കുന്നുണ്ട്. അവിടെ സഭ നമ്മെ പ്രോത്സാഹിപ്പിക്കണം. അതുകൊണ്ട് വിശുദ്ധരുടെ ലുത്തിനിയായിട്ട് നമ്മളിങ്ങനെ പ്രാർത്ഥിക്കും. പെട്ടെന്നുള്ളതും മുൻകൂട്ടി കാണാത്തതുമായ മരണത്തിൽ നിന്ന് കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ. പെട്ടെന്നുള്ള മരണം, മുൻകൂട്ടി കാണാത്ത മരണം, അപകട മരണം, ഒരുക്കമില്ലാത്ത മരണം, പെട്ടെന്ന് വീണ് കുഴഞ്ഞു വീണ് മരിക്കുന്നു. അങ്ങനെയുള്ള മരണത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാൻ വിശുദ്ധരുടെ ലുത്തിനിയായാലും വിശുദ്ധരുടെ മധ്യസ്ഥത്തില് പ്രാർത്ഥിക്കണമെന്ന് സഭ നമ്മെ ഉത്ബോധിപ്പിക്കണം. നമ്മളങ്ങനെ പെട്ടെന്ന് മരിച്ചു, നമ്മൾ നന്നായിട്ട് ഒരുങ്ങി കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിച്ച് നല്ല വിശുദ്ധിയില്, നല്ല പ്രാർത്ഥനയില്, അതോടൊപ്പം തന്നെ നല്ല ചൈതന്യത്തില് നമ്മൾ അഭിമാനത്തോടെ അന്തസ്സോടെ ഈശോ അങ്ങനെ മരിച്ച്, പിതാവേ അങ്ങയുടെ കരങ്ങളിൽ എന്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് അപ്പന്റെ കരങ്ങളിൽ ആത്മാവിനെ സമർപ്പിച്ച് ശിരസ് ചായ്ച്ച് ഉറങ്ങാൻ നമുക്ക് സാധിക്കും. അതുപോലത്തെ ഒരു മരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അതുകൊണ്ടാണ് വീണ്ടും നമ്മള് ജപമാല ചൊല്ലുമ്പോ ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി എന്ന് പറയുമ്പോ പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. മരണസമയം മാതാവിന്റെ പ്രത്യേക മധ്യസ്ഥത്തില്, അമ്മയുടെ സഹായത്തില് നമ്മൾ നന്നായിട്ട് ഒരുങ്ങി മരിക്കണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം മാതാവിനോട്. ഈ നല്ല മരണത്തിന്റെ മധ്യസ്ഥനായിട്ട് യോസേപ്പിതാവിനെ നമുക്ക് നൽകിയിട്ടുണ്ട്. യോസേപ്പിതാവിന്റെ പ്രത്യേക മധ്യസ്ഥ നമ്മൾ യാചിക്കണം. നല്ലൊരുക്കത്തില് കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ച് വിശുദ്ധീകരിക്കപ്പെട്ട ശരീരത്തോടെ, മനസ്സോടെ, ആത്മാവോടെ നമുക്ക് മരിക്കണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കണമെന്നും നമ്മെ തന്നെ ഒരുക്കണമെന്നും സഭാമാതാവ് പ്രത്യേകം നമ്മെ പഠിപ്പിക്കുന്നു, പ്രാർത്ഥിക്കാൻ പ്രേരിപ്പിക്കുന്നു, അതിനുവേണ്ടി ജീവിക്കാൻ നമ്മെ ഉത്ബോധിപ്പിക്കുന്നു. ഈ നവംബർ മാസത്തിൽ എന്റെ പ്രിയപ്പെട്ട മക്കളെ, നമുക്കറിയാം ഒരു കാര്യം ഉറപ്പാണ്, ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ മരിക്കും. മരിച്ചു കഴിഞ്ഞാൽ തീരത്തില്ല. നമുക്കൊരു വിധിയുണ്ട്, പിന്നീട് സ്വർഗമുണ്ട്, നരകമുണ്ട്. ഇതൊക്കെ നമ്മൾ ഇനി കാണണം, ഇതൊക്കെ ചിന്തിക്കണം, ധ്യാനിക്കണം. അതിനുവേണ്ടി നമ്മൾ ജീവിക്കണം. അതിനുവേണ്ടി നമ്മുടെ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സ്വർഗത്തിൽ പോകണം. നമ്മുടെ പ്രിയപ്പെട്ടവരോ നമ്മളോ നരകത്തിൽ പോകാൻ പാടില്ല. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ജീവിച്ചിരിക്കുന്നവരായി നമ്മൾ അതിനുവേണ്ടി ഒരുങ്ങണം, പ്രാർത്ഥിക്കണം, വിശുദ്ധീകരിക്കണം, ശ്രദ്ധിക്കണം. വലിയ
ദാഹത്തോടെ അതിനുവേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. അതിനുവേണ്ടി കർത്താവ് എനിക്കൊരു നല്ല മരണം തരണം. ജോലി കിട്ടാൻ പ്രാർത്ഥിക്കുന്നതിനേക്കാളും വിദേശത്ത് പോകാൻ പ്രാർത്ഥിക്കുന്നതിനേക്കാളും മറ്റേതൊരു പ്രാർത്ഥനയെക്കാളും നമ്മുടെ ആത്മാവിനും ജീവിതത്തിനും ഏറ്റവും നല്ല ഉപകാരപ്രദമായ പ്രാർത്ഥനയാണ്, കർത്താവേ എനിക്കൊരു നല്ല മരണം തരണേ. ആ മരണചിന്തയോട് ജീവിച്ചാല് നമ്മൾ പാപം ചെയ്യില്ല, വിശുദ്ധി ജീവിക്കും. നമ്മൾ ദൈവകൃപയിൽ വളരും, ദൈവകരുണയിൽ ആശ്രയിക്കും, എപ്പോഴും ഒരുക്കമുള്ള മക്കളായിരിക്കും. ക്രിസ്തുവാനുകരണം പറയുന്നുണ്ട്, ഓരോ ദിവസവും നീ കിടന്നുറങ്ങാൻ പോണേക്കാന് മുമ്പ് നിന്റെ അവസാനത്തെ ദിവസം എന്ന പോലെ മരണത്തെ ചിന്തിച്ചുകൊണ്ട് കിടന്നുറങ്ങുക. കാരണം ഈ ഉറക്കം ദീർഘിച്ചു പോയാൽ തീർന്നു. ഒരു ബോധലാണ് കിടന്നുറങ്ങാല്ലേ, ഉറക്കം നീണ്ടുപോയാൽ മരിച്ചു. മരണം ഒരു ഉറക്കമാണ്. ഞാനിങ്ങനെ പറയും, മരണം എന്ന് പറയുന്നത് നിന്റെയും എന്റെയും ഉറക്കം ദീർഘിച്ചു പോകലാണ്. അതുകൊണ്ട് ഓരോ രാത്രിക്ക് മുമ്പും നന്നായിട്ട് ഒരുങ്ങി അനുരഞ്ജനപ്പെട്ട് വിശുദ്ധീകരിച്ച് അനുദപിച്ച് കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് പെട്ടെന്നുള്ള മനത്തിൽ ഞങ്ങൾ രക്ഷിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ഉറങ്ങാനും ആ ചിന്തയോടുകൂടി ജീവിക്കാനും നമുക്ക് ഇടയാകണം. അതുകൊണ്ട് മക്കളിൽ നമുക്ക് പ്രാർത്ഥിക്കാം, ഒരു നല്ല മരണം നമുക്ക് മാത്രമല്ല നമ്മുടെ കുടുംബാംഗങ്ങൾക്ക്, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് അപകട മരണത്തിൽ നിന്ന്, ഇടിയിൽ നിന്ന്, മിന്നലിൽ നിന്ന്, ഭീകരമാം കാറ്റിൽ നിന്നൊക്കെ ഞങ്ങളെ സംരക്ഷിക്കണം. ഒരുങ്ങാത്ത മരണം ഞങ്ങൾക്ക് ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ. ശുദ്ധ കുർബാന സ്വീകരിച്ച് തിരുപ്പാതയും സ്വീകരിച്ച് കർത്താവിനെ സ്വന്തമാക്കി കർത്താവിന്റെ കൂടെ മരിച്ച് ഈശോയുടെ കൂടെ ജീവിച്ച് ഈശോയുടെ കൂടെ മരിച്ച് പിന്നീട് ഈശോയുടെ കൂടെ ഉയർത്ത് അതിനുശേഷം ഈശോയുടെ കൂടെ നിത്യസൗഭാഗ്യം ജീവിക്കുന്ന ജീവിതം ജീവിക്കുവാൻ നമുക്കിടയാകട്ടെ. വലിയ പ്രാർത്ഥനയോടെ കർത്താവിന്റെ സന്നിധിയില്, ദിവ്യകാരുണ്യ സന്നിധിയില് ഈ അഭിഷേകത്തിന് പ്രാർത്ഥിക്കാം. മരിച്ചുപോയ എല്ലാവർക്കും വേണ്ടി കർത്താവിന്റെ കരുണ യാചിക്കുകയും ചെയ്യാം. അനുഗ്രഹിക്കട്ടെ മക്കളെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങേ തിരുസന്നിധിയിലേക്ക് എല്ലാ മരിച്ച വിശ്വാസികളെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ശുദ്ധീകരണ സ്ഥലത്തായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ ആത്മാക്കളുടെ മേലും വലിയ കരുണ ചൊരിയണമേ എന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേല്, ഞങ്ങളുടെ ഓരോരുത്തരുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയെ, ഞങ്ങൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഭാഗ്യം ഒരു നല്ല മരണമാണെന്നും നല്ല മരണത്തിനു വേണ്ടിയുള്ള ഒരുക്കത്തോടെ ഞങ്ങൾ ജീവിക്കണമെന്നും അതിനുവേണ്ടി പ്രാർത്ഥിക്കണമെന്നും അങ്ങ് ആഗ്രഹിക്കുന്നുവല്ലോ. ഈശോ, ഞങ്ങളുടെ കുടുംബത്തെ, ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ, ഞങ്ങളുടെ മക്കളെല്ലാവരെയും അതിനുവേണ്ടി തിരുസന്നിധിയിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വലിയ കരുണയും സംരക്ഷണവും പരിപാലനയും പരിശുദ്ധാത്മാവിന്റെ ശക്തമായ അഭിഷേകവും നിറച്ചു നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വലിയ കരുണ ഞങ്ങളുടെ മേല്, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മേല് ചൊരിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശുദ്ധീകരണ സ്ഥലത്തായിരിക്കുന്ന എല്ലാ ആത്മാക്കളെയും സ്നേഹത്തോടെ ഓർത്തുകൊണ്ട് ഈ ദിവസങ്ങളിൽ കർത്താവേ, അങ്ങയുടെ മഹാകരുണയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോ എല്ലാ ആത്മാക്കളുടെ മേലും വിശുദ്ധ കുർബാനയിൽ നിന്ന്, ദിവ്യ കാരുണ്യത്തിൽ നിന്ന് അങ്ങയുടെ കാരുണ്യത്തിന്റെ ശക്തി പകർന്നു കൊടുത്ത് കർത്താവേ, ആത്മാക്കളോട് കരുണയായിരിക്കണമേ. ആത്മാക്കളെ ആശ്വസിപ്പിക്കണമേ. അവരെ വിശുദ്ധീകരിക്കണമേ. അവരുടെ ശുദ്ധീകരണം പൂർത്തിയാക്കിക്കൊണ്ട് പ്രിയപ്പെട്ടവരുടെ ആത്മാക്കളെ സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പ്രത്യേകിച്ച് കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ശുദ്ധീകരണ സ്ഥലത്ത് ആരോരും പ്രാർത്ഥിക്കാനില്ലാതെ വേദനിക്കുന്ന എല്ലാ ആത്മാക്കളുടെ മേലും വലിയ കരുണ ചൊരിയണമെന്ന് പ്രത്യേകമായ വിധത്തില് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ ജർത്രൂദിന് നൽകിയ പ്രാർത്ഥന നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. മക്കളെ, നിത്യപിതാവേ, അങ്ങയുടെ ദിവ്യസുതനായ ഈശോ മിശിഹായുടെ ഏറ്റവും വിലയേറിയ തിരുരക്തം ഇന്ന് ലോകമെമ്പാടും അർപ്പിക്കപ്പെടുന്ന ദിവ്യ ബലികളോട് ചേർത്ത് ശുദ്ധീകരണ സ്ഥലത്തിലെ എല്ലാ ആത്മാക്കൾക്കായും എല്ലായിടത്തുമുള്ള പാപികൾക്കായും ആഗോള സഭയിലും എന്റെ ഭവനത്തിലും കുടുംബത്തിലുമുള്ള എല്ലാ പാപികൾക്കായും ഞാൻ സമർപ്പിക്കുന്നു. കർത്താവേ, അങ്ങയുടെ രക്തത്തോട് ചേർത്ത് ഇന്ന് ലോകമെമ്പാടും അർപ്പിക്കപ്പെടുന്ന എല്ലാ ബലികളുടെ യോഗ്യതയിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് അങ്ങയുടെ മഹാകരുണയാൽ എല്ലാ ആത്മാക്കളുടെ മേലും കരുണയായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ പാപികളുടെ മേലും കരുണയായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു.
ഞങ്ങളുടെ കുടുംബത്തിലും സഭയിലും സമൂഹത്തിലുമുള്ള എല്ലാ പാപികളുടെ മേലും അങ്ങയുടെ വലിയ കരുണ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു നല്ല മരണം കർത്താവ് ഞങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കുവാൻ ഇടയാകട്ടെ. ആ വലിയ ഭാഗ്യത്തോടെ ഈ ലോക ജീവിതത്തിൽ നിന്ന് സ്വർഗത്തിലേക്കുള്ള യാത്രയിൽ കർത്താവെ കടന്നു വരുവാൻ, പ്രവേശിക്കുവാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇടയാകട്ടെ. നമ്മുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. ഒരു മരണചിന്ത എപ്പോഴും ഉണ്ടാകട്ടെ. അന്ത്യത്തെക്കുറിച്ചും നിത്യതയെക്കുറിച്ചും ചിന്തയുണ്ടാകട്ടെ. അങ്ങനെ നമ്മുടെ മക്കള് ശുദ്ധിയിൽ ജീവിക്കട്ടെ. നമ്മുടെ പ്രിയപ്പെട്ടവര്, മരണാസന്നരായി കഴിയുന്ന മക്കള്, വാർദ്ധക്യത്തിലായിരിക്കുന്ന മക്കള്, എല്ലാവർക്കും വേണ്ടി ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ കൃപകൾക്കും വേണ്ടി നമുക്ക് അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും ശുദ്ധിനാത്മാക്കൾ മേൽ ചൊരിഞ്ഞുകൊണ്ടും ഞങ്ങളുടെ കുടുംബത്തിന്റെ മേൽ ചൊരിഞ്ഞുകൊണ്ടും കർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യേശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയെ, ദിവ്യകാരുണ്യത്തിൽ നിന്ന് അങ്ങയുടെ കരുണയുടെ വലിയ ശക്തി ശുദ്ധീകരണ സ്ഥലത്തേക്ക് അങ്ങ് പ്രവഹിപ്പിക്കണമേ. അങ്ങേ രക്തത്താൽ കഴുകി ശുദ്ധീകരണാത്മാക്കളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തെ, ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും അങ്ങേ തിരുഹൃദയത്തോട് ചേർത്ത് പിടിച്ച് രക്തം കൊണ്ട് കോട്ട കെട്ടി പൊതിഞ്ഞു പിടിക്കണമേ. ഞങ്ങളുടെ മക്കളെ സംരക്ഷിക്കണമേ.